ഹലോ, എല്ലാവർക്കും ടയോ ജ്വൽസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുറേ കളക്ഷൻസ് ഔട്ട് ഓഫ് സ്റ്റോക്കിലാണ്. അപ്പം ഒത്തിരി പേരല്ലെങ്കിൽ പോലും കുറച്ച് പേര് ഞങ്ങൾക്ക് അധികം മെസ്സേജ് ചെയ്യാറുണ്ട്. പുറത്തുനിന്നും ഓർഡേഴ്സ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ വീഡിയോസും ഇൻസ്റ്റയിലെ ഫോട്ടോസും വാട്സപ്പ് ചാനലിലെ ലിങ്കും എല്ലാം ഒത്തിരി ഇവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പം സ്റ്റോക്കിൽ നിലവിലുള്ള പ്രോഡക്റ്റ്സാണ് കാണിക്കുന്നത്. അതേപോലെ ചെറിയുടെയും സ്ട്രോബെറിയുടെയും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പം അത് വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാനേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നമുക്ക് വീഡിയോസ് കാണാം. പിന്നെ ചെറിയുടെയും സ്ട്രോബെറിയുടെയും പ്രൈസ് ലോ ആയിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. ജസ്റ്റ് ഒന്ന് ഓരോന്നായി നമുക്ക് കാണാം. ഫസ്റ്റ് വന്നിട്ട് ഓക്സിഡൈസ്ഡിൻ്റെ ഈ ഒരു നെക്ക് പീസാണ്. ഭയങ്കര ഭംഗിയുള്ള, എനിക്ക് തോന്നുന്നു ഒരുവിധം മീഷോ അങ്ങനെയുള്ള സൈറ്റ്സിലൊക്കെ ഇത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് നല്ല ഭംഗിയുള്ള ഈ നെക്ക് പീസാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ, എനിക്ക് ഇയർ റിങ്സ് ആണ് ഏറ്റവും അധികം ഇതിലിഷ്ടമായത്. ഏറ്റവും അധികം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്ന ഇയർ റിങ്സ്. ഇവിടെ നല്ല മയിലിൻ്റെ ഓക്സിഡൈസ്ഡ് വർക്ക് വരുന്നുണ്ട്. ആ സ്റ്റോൺസ് എല്ലാം കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വെറും 100 രൂപയാണ്. 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കളക്ഷനിൽ ട്രെൻഡിങ് ആയി വന്നത്, അതേപോലെ എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഓക്സിഡൈസ്ഡ് ഈ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ ഇത് കാണാൻ നിങ്ങൾക്ക് എത്നിക് വെയേഴ്സിൻ്റെ കൂടെയൊക്കെ നല്ല സ്യൂട്ടാവും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 4 കളർ ടെട്രാ കോംബോ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു 4 കളറ് നിങ്ങൾക്ക് ഈ ഏത് ഇപ്പോൾ റെഡ് കുർത്തിയാണെങ്കിൽ അതിൻ്റെ കൂടെ വിയർ ചെയ്യാം, ബ്ലൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ വിയർ ചെയ്യാം. ബ്ലാക്കിന് ഒരു സിൽവർ ഷെയ്ഡ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് ബ്ലാക്കിന് നമുക്ക് യൂസ് ചെയ്യാം, ഗോൾഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അങ്ങനെ ഗ്രീനിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഏതൊരു ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ തന്നെ വേരിയൻ്റ് വരുന്നുണ്ട്. ഒരു ബ്ലൂവും ഒരു ഗ്ലിറ്റർ ഗ്രീൻ പോലത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു വേരിയൻ്റ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. മറ്റേ കളേഴ്സ് കൂടുതലും ഹോളിക്കായിരിക്കും സ്യൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല ഭംഗിയാട്ടോ. ഇത് നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അത് ഇട്ടാൽ മാത്രമേ അറിയാനായിട്ട് കഴിയുള്ളൂ. അത്ര ഭംഗിയുള്ളൊരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയണത്. ഇനി വന്നിട്ട് ഞാൻ കാണിക്കുന്നത് നല്ല സാരിക്ക് പറ്റിയ ഒരു ഇയറിംഗ് ആണത്. നല്ല നമ്മൾ ഈ ക്രോപ്പ് ടോപ്പൊക്കെ യൂസ് ചെയ്ത് സാരി ഉടുക്കുന്ന പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും. ഇച്ചിരി ഹെവി ഇയറിങ്ങും ചോക്കർ നെക്ലസും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നേരത്തെ കാണിച്ച ഈ ഒരു ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് 80 രൂപയാണ്. സെയിം പ്രൈസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സാരിക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഇയറിങ്ങിനും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോംബോസാണ്. ഇത് ഒത്തിരി നല്ല കോംബോസ് ഉണ്ട് ഇവിടെ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോസിൽ കുറച്ചാണ്. ഇതാണ് അതിൽ ഫസ്റ്റ് കോംബോ. ഇത് വെറും ഒരേ ഒരു പീസ് ബാലൻസ്. ഇത് എടുത്ത സമയത്ത് ഇതിൻ്റെ പീസ് ഇത്രയും നന്നായിട്ട് പോകുമെന്ന് കരുതിയതേ ഇല്ല. ബട്ട് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം അത് നല്ല രീതിയിൽ സെയിലായിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിക്കാം. ഇതൊരു നെക്ലസും ഒരു ബ്രേസ്ലെറ്റ്, ഇയറിങ്, റിങ്, ഇത് എല്ലാം കൂടി വരുന്നത് വെറും 179 റുപ്പീസിനാണ് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് റേറ്റ്സ് നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ പ്രോഡക്റ്റ്സ് വിൽക്കുന്നത്. കാരണം ഓർമ്മല്ല, അഫോർഡബിൾ ആയിട്ട് മിഡിൽ ക്ലാസ് ഒരുപാട് പേരുണ്ട്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അപ്പോൾ ഇതുപോലെ അതിലും താഴെയുള്ളവരുണ്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതേപോലെയാണ് ഈ ഒരു ഇയറിംഗ് സെറ്റ് വരുന്നത്. ഇത് 4 എണ്ണം വെറും
80 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾക്കിത് എവിടെയെങ്കിലും ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. 4 എണ്ണം 80 റുപ്പീസിന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു നല്ല കോംബോ ആണ് ഇതെന്ന് പറയുന്നത്. ഇയറിങ്ങും ഈ ഇതും നമുക്ക് സാരിയുടെ കൂടെ കുർത്തി, ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഉള്ള കുർത്തി ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിത് ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഭംഗിയാണ്. ഇനി സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയ ഒരു ഇയറിങ്ങിനെ കാണിക്കാം. നമ്മുടെ കൊറിയൻ കോംബോ ആണ് കേട്ടോ. സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയ എനിക്കറിയില്ല, ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ ഒരു കൊറിയൻ ബട്ടർഫ്ലൈ ഇയറിങ് എടുക്കുന്നത്. സെക്കൻഡ് ടൈം എടുത്തപ്പോഴും ആ ഫുൾ ബോക്സ് എനിക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി വന്നിട്ട് ഇത് ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത ചെറിയും സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഞാൻ വിചാരിച്ചു ചെറീൻ്റെ അത്ര പോവില്ലെന്ന്, ബട്ട് എന്തോ ഒരു ശക്തി കൊണ്ട് ഇതും പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറിയും പോകുന്നുണ്ട്. അതേപോലെ സ്ട്രോബെറി ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തു. അപ്പോൾ അതും നിങ്ങൾക്ക് മേടിക്കാം. ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അത് റീസ്റ്റോക്ക്ഡ് ആണ് കേട്ടോ. ഇതേ ചെറിയും ഉണ്ട് നമുക്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വെറും 70 റുപ്പീസാണ്. 70 റുപ്പീസ്. നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഇത് എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇത് ജസ്റ്റ് 70 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു നെക്ലസ് ഇതേ കണ്ടോ, നല്ല ഭംഗിയില്ല. ആ വർക്കൊക്കെ തന്നെ നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം. നല്ല ഭംഗിയുള്ള ഈ ഒരു നെക്ലസും അതേപോലത്തെ റേഞ്ച് കിട്ടും. പിന്നെ സ്റ്റോക്ക് ഔട്ടായ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കുള്ള ഒരു ബ്രേസ്ലെറ്റ് സെറ്റും ഇയറിങ്സും ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അത് സ്റ്റോക്ക് ഔട്ടായി. അപ്പം നിങ്ങൾ വിചാരിക്കും അതിൽ നിന്ന് ഈ ബ്രേസ്ലെറ്റ് മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. കാരണം ഇത് ഒരെണ്ണം എൻ്റെ ഫ്രണ്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ ഇത് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം അവൾക്ക് ഏജ് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും അവളുടെ കയ്യിൽ ഇത് അവൾ മെലിഞ്ഞിട്ടാണല്ല, അപ്പോൾ അവൾക്കിത് കയറും. അപ്പോഴത്തേക്ക് പക്ഷേ എന്നിട്ട് അവൾക്കിത് കയറുന്നില്ല. കാരണം ഇത് കിഡ്സ് എഡിഷൻ ആയതുകൊണ്ട് ഇത് അവൾക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് ബാങ്കിൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ബാങ്കിൾ എടുത്തിട്ട് അതിൻ്റേതായ കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് അന്ന് കൊടുത്തത്. അപ്പോൾ ഈ ബാങ്കിൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ക്യൂട്ടല്ലേ, അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണത്. അതുകൊണ്ട് എനിക്ക് ആ എഡിഷൻ തീർന്നു പോയെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ റിങ്സ് ഒത്തിരി പേര് ഈ എൻഗേജ്മെൻറ്റ് പാർട്ടിക്കൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ എൻ്റെ റിങ്സ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ ഒരു ചെറിയ രീതിയിലാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും വലിയൊരു എമൗണ്ട് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. വളരെ തുച്ഛമായ എന്താ പറയുക ലാഭത്തിനാണ് ഞാൻ ഈ ഒരു സെയിൽ ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ എനിക്ക് ചിലപ്പോൾ എന്താ പറയുക 2 രൂപ പോലും ലാഭം കിട്ടാത്ത പ്രോഡക്ട്സും ഉണ്ട്. കാരണം നമ്മൾ റേറ്റ് കുറച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊടുക്കുമ്പോൾ ഈ റേറ്റ്സ് വളരെ കുറഞ്ഞ് ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലാഭം എടുക്കാൻ പറ്റാത്ത രീതിയിലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഒരു സെറ്റ്. ഇതിൻ്റെ റേറ്റ് ഞാൻ മേടിച്ചപ്പോൾ തന്നെ നല്ല റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് മേടിച്ചത് 174 രൂപയ്ക്കോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇതിന് എനിക്കങ്ങനെ അധികം പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ആ ഒരു റേറ്റിൽ തന്നെ വിൽക്കുന്നത്. കാരണം നമ്മളെപ്പോലെ എല്ലാവർക്കും ഇതൊക്കെ യൂസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ റിങ്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിങ്സ് ഒത്തിരി പേര് എൻഗേജ്മെൻറ്റ് പാർട്ടിക്കൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം മുമ്പും. ഇതും സെപ്പറേറ്റ് ബോക്സ് ആയിട്ട് വീണ്ടും റീസ്റ്റോക്ക്ഡ് ആയിരുന്നു. ബട്ട് എന്തോ പറയാനെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും 5 അങ്ങോട്ട് ഈച്ച് വെച്ച് 10 പീസ് ഈ ഇടയ്ക്ക് സെയിലായതേ ഉള്ളൂ. 10 പീസ് സെയിലായി. പിന്നെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് ഈ ഒരു 6 പീസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ തരിക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ
നമ്മുടെ ന്യൂ പ്രോഡക്റ്റ്സ് ഉടനെ തന്നെ ലോഞ്ച് ആവുന്നതാണ്. കുറച്ച് ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗീവ് അവയുടെ കാര്യം മറക്കരുത്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഗീവ് അവ ഇങ്ങനെ ഫ്ലോപ്പ് ആവാൻ ആരും സമ്മതിക്കരുത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഹെൽത്തിയായി ഹാപ്പിയായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ മഴ എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ജില്ലയിൽ മഴ കാരണം ലീവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മഴയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ബൈ ഗായ്സ്.